ദുർഗമോളുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് വിഷമം. അക്ഷയേക്കാൾ മൂത്തല്ലേ ദുർഗ. എന്നിട്ടും അവളുടെ വിവാഹം ഇനിയും വൈകിപ്പിക്കുന്നത് ശരിയാണോ? ഉടനെ വിവാഹം വേണ്ടെന്ന് ദുർഗന്നല്ലേ അമ്മയെ പറഞ്ഞത്? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്റെ ഭാര്യ എന്റെ കൊച്ചിന് കൊണ്ടുവന്ന കല്യാണത്തിന്റെ മഹത്വം കൊണ്ടാ അവള് കല്യാണം പോലും വേണ്ടാന്ന് വെക്കുന്നത്. അമ്മ വിഷമിക്കാതെ. ദുർഗമ്മയുടെ വിവാഹം സമയാകുമ്പോ ഭംഗിയായിട്ട് നടന്നിരിക്കും. അതിന് നമ്മൾ ആലോചിക്കണ്ടേ കുട്ടാ. ഇവനല്ലേ ആ കാര്യത്തിന് ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. ഇവൻ ഇങ്ങനെ ഉഴപ്പിയാൽ എങ്ങനെയാ? എന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ലെന്നാണ് അമ്മ പറയുന്നത്. എന്റെ പരിമിതികൾ മറ്റാരേക്കാളും അമ്മയ്ക്കറിയാലോ. അതൊക്കെ എനിക്കറിയാം എന്ന് കരുതി ദുർഗയുടെ ഭാവി കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാക്കണം. അവളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുകയും വേണം. എങ്കിലേ എനിക്ക് സമാധാനം കിട്ടുമോനെ. ദുർഗമ്മയുടെ കാര്യം ആലോചിച്ച് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. അവളുടെ അമ്മയെ പോലെ തന്നെ മിടുമിടിക്കുകയാണ്. ജയശ്രീയുടെ സ്വഭാവമാണ് ദുർഗക്കെങ്കിലേ എനിക്ക് യാതൊരു ടെൻഷൻ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇവൾ അങ്ങനെയല്ല. ദുർഗ ഒരു പാവാ. ആരോടെങ്കിലും എതിർത്ത് സംസാരിക്കാനോ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യാനോ ഒന്നും അവൾക്ക് അറിയില്ല. അതൊക്കെ വെറുതെ നിങ്ങൾക്ക് തോന്നുന്നതാ. അവളുടെ അമ്മേരെ എന്തെങ്കിലും ഒരു കഴിവ് മോൾക്ക് കിട്ടാതിരിക്കുമോ? ജയശ്രീയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് എന്നും അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. എന്ത് കാര്യത്തെയും തന്റെ ഇടത്തോടെ നേരിടുവാൻ ജയശ്രീക്ക് കഴിയും. അതെ, എന്നിട്ടും അവൾക്കുണ്ടായ ഗതി എന്താണെന്ന് അറിയാലോ. അപ്പൊ പിന്നെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മനക്കെട്ടി ഇല്ലാത്ത എന്റെ ദുർഗയുടെ കാര്യം പറയണോ? അമ്മയ്ക്ക് ആ ഒരു സങ്കടം വേണ്ട.